Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. റീറ്റെയിൽ മാർക്കറ്റിങ്ങിൻ്റെ നെഗോഷിയേഷൻ സ്കില്ല് എല്ലാവരും നെഗോഷിയേഷൻ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നെഗോഷിയേഷൻ നിൽക്കണം എന്നുള്ള കാര്യമാണ്. രണ്ടു പേർക്കും അതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം, ഒരു സംതൃപ്തി ഉണ്ടായിരിക്കണം. ആ കസ്റ്റമർ റാപ്പോ മുന്നോട്ട് പോകണമെങ്കിലും രണ്ടുപേരും ഈക്വലായിട്ട് അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ആദ്യം ഒരു റീറ്റെയിലർ നെഗോഷിയേഷൻ ചെയ്യേണ്ടി വരുന്നത് ആ കമ്പനിയോടാണ്. കമ്പനിയോട് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, പുതുതായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വിൽക്കണമെങ്കിൽ ആ റീറ്റെയിലർക്കും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും അതിനെക്കുറിച്ചുള്ള നോളജ് വേണം, പ്രോഡക്റ്റ് നോളജ് വേണം. ആ പ്രോഡക്റ്റ് നോളജ് ഈ കമ്പനി അതോറിറ്റി കൊടുത്തിരിക്കണം. ഒരു പ്രോഡക്റ്റ് വിൽക്കേണ്ട റെസ്പോൺസ് ആ റീറ്റെയിലർക്കും ആ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന സ്റ്റാഫിനുമാണ്. അപ്പോൾ ആദ്യം ഈ നെഗോഷിയേഷൻ സ്കില്ലിന് മുമ്പായിട്ട് എന്ത് വേണം? സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള നോളജ് കൊടുത്തിരിക്കണം. ഉറപ്പായിട്ടും സെയിൽസ് സ്റ്റാഫ് വളരെ ഇമ്പോർട്ടൻ്റായ ആൾക്കാരാണ്. അവരാണ് ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടത്. അവർ വിചാരിച്ചാൽ മാത്രമാണ് ഈ പ്രോഡക്റ്റ് വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഏതൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? കമ്പനി അതോറിറ്റി റീറ്റെയിലറായിട്ട് ഒരു പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തിരിക്കും. 50% ഡിസ്കൗണ്ട് തരാം, 100 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു 5% അഡീഷണൽ തരാം, പിന്നെ ഒരു ക്യാഷ് റെഡി തരികയാണെങ്കിൽ ഒരു 5% അഡീഷണൽ തരാം. അപ്പോൾ 50% ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് CD. അപ്പോൾ അത് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പോരാ, ഇതൊരു CD ഒരു 10%ലേക്ക് മാറ്റണം. 100 ക്വാണ്ടിറ്റി എടുക്കുന്നില്ലേ, അപ്പോൾ കുറച്ചുകൂടി എനിക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൂട്ടിത്തരണം, ഞാൻ റെഡി പേയ്മെൻറ്റ് തരാൻ പോവുകയാണ്. പിന്നെ 100 ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. 100 ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 100 ക്വാണ്ടിറ്റിക്ക് അയാൾ ഈ പറഞ്ഞ ഒരു ഡിസ്കൗണ്ട് സ്ട്രക്ചർ 5% പറയുമ്പോൾ ഞാൻ ഒരു 200 എടുക്കാം. അപ്പോൾ എത്രമാത്രം എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എത്രമാത്രം ഓഫർ തരാൻ പറ്റും, ഡിസ്കൗണ്ട് കൂട്ടിത്തരാൻ പറ്റും. ഇതിൻ്റെ ഒരു നെഗോഷിയേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു തീരുമാനം ഈ കമ്പനി അതോറിറ്റിക്ക് എടുക്കാൻ പറ്റണം. അത് റീറ്റെയിലറെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഡിസിഷൻ എടുക്കണം എപ്പോഴും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഈ കമ്പനിക്കും പറയാൻ പറ്റണം, ഇത് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. വേറെ കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ശക്തമാണ്. എന്തെങ്കിലും പ്രോബ്ലം ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിത്തരുന്ന ഞങ്ങളുടെ പോളിസി ശക്തമാണ്. ഞങ്ങളുടെ സർവീസ്, ആഫ്റ്റർ സർവീസ് ബെറ്ററാണ്. കമ്പനി അതോറിറ്റി റീറ്റെയിലറെ ഒപ്പം പഠിപ്പിക്കുകയൂടി ചെയ്യണം. കാരണം ഈ റീറ്റെയിലർ കൺസ്യൂമറിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ മറ്റുള്ള കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ് ബെറ്റർ ആണെന്നുള്ള കാര്യം നെഗോഷിയേറ്റ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കമ്പനി അതോറിറ്റിക്ക് കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ക്രെഡിറ്റ് 30 days ആണ്, അത് 45 days ആകണം, അല്ലെങ്കിൽ 50 days ആക്കി തരണം. എനിക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി വേണം എന്ന് പറയുമ്പോൾ ഇതിനെ കൂടി ഈ കമ്പനി അതോറിറ്റി നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. റീറ്റെയിലറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻ വരാറുണ്ട്. ഞങ്ങളുടെ വാല്യൂ പ്രോഡക്റ്റാണ്, ക്വാളിറ്റി പ്രോഡക്റ്റാണ്. മറ്റുള്ള കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എൻ കൺസ്യൂമറോട് ധൈര്യപൂർവ്വം പറയാം, റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ബെറ്ററാണ്, കംപ്ലൈൻറ്റ് പോളിസി ബെറ്ററാണ്, സപ്ലൈ പോളിസി ബെറ്ററാണ്, എന്ത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും, ആഫ്റ്റർ സർവീസ് ബെറ്ററാണ്. ഇതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്, ഒരു റീറ്റെയിലറെ സംബന്ധിച്ചും വലിയ കാര്യമാണ്. കാരണം കൺസ്യൂമറിന് ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ നെഗോഷിയേഷൻ സ്കില്ലിൽ വളരെ സ്ട്രോങ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഈ റീറ്റെയിലർ തയ്യാറായിരിക്കണം. ക്രെഡിറ്റ് ഫെസിലിറ്റി പറ്റുകയാണെങ്കിൽ ഒരു 60 ദിവസം വരെ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടുന്ന കമ്പനിയാണെങ്കിൽ അത് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. കൃത്യമായി അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്താൽ അത് ബെറ്ററാണ്. പക്ഷേ റെഡി പേയ്മെൻറ്റിൽ തന്നെ ചെയ്യാനാണ് എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്. ഒരു റീറ്റെയിലർ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും റെഡി പേയ്മെൻറ്റിൽ ഡീൽ ചെയ്യാൻ സാധിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു 15 ദിവസം, 25 ദിവസം, 30 ദിവസം അതിൽ കൂടുതൽ പേയ്മെൻറ്റ് നീട്ടിക്കൊണ്ട് പോകുന്ന സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാതിരിക്കുകയാണ് ഒരു കമ്പനിക്ക് നല്ലത്,
ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നല്ലത്, ഒരു റീറ്റെയിലർക്ക് നല്ലത്. കൺസ്യൂമറിന് ഒരു കാരണവശാലും അധികം ഡേറ്റിലേക്ക് ഡീലേഴ്സ് ക്രെഡിറ്റ് കൊടുക്കരുത്. ചിലപ്പോൾ അത് തിരിച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. മറ്റുള്ള കോൺട്രാക്ടേഴ്സോ മറ്റുള്ള ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാരും ആയിക്കോട്ടെ ആണെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിക്കാതെ, കൃത്യമായിട്ട് അയാളെക്കുറിച്ച് പഠിക്കാതെ ക്രെഡിറ്റ് അധികം കൊടുത്താൽ പേയ്മെൻറ്റ് കിട്ടാൻ പ്രയാസപ്പെടും. കമ്പനിയും റീറ്റെയിലറും തമ്മിലുള്ള ഒരു നെഗോസിയേഷൻ സ്കില്ലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു വലിയ കാര്യമാണ് ഈ കൺസ്യൂമറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട വരും റീറ്റെയിലർ. ഇതിനെക്കുറിച്ച് പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയണം. മറ്റുള്ള കോമ്പറ്റീറ്ററും ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണം. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച്, റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയെക്കുറിച്ച് പറയണം. ആഫ്റ്റർ സർവീസിന് എങ്ങനെയാണ് ഞങ്ങൾ നൽകുന്നത്, ആ കമ്പനി എങ്ങനെയാണ് നൽകുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കണം. മറ്റുള്ള കമ്പനിക്കാർ ഈ തരത്തിലുള്ള ഫെസിലിറ്റി കൊടുക്കില്ല എന്നുള്ള കാര്യം സംസാരിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ടും അയാൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും, ഞാൻ ആദ്യം പറഞ്ഞു, രണ്ടുപേർക്കും ഫേവറായ ഒരു രീതിയിലായിരിക്കും നെഗോസിയേഷൻ അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? അവർക്കൊരു ഹോം ഡെലിവറി നമുക്ക് കൊടുക്കാം. ഒരു ഹോം ഡെലിവറി കൊടുത്താൽ റൈറ്റ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സാറേ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ, ഞങ്ങളുടെ ഓട്ടോയിൽ ആ ഐറ്റം വീട്ടിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ അവർക്ക് സ്വയം ഒരു ആശ്വാസം തോന്നാൻ തുടങ്ങുമോ? വീട്ടിലെത്തിച്ചേരും. കൺസ്യൂമർ സക്സസ് ആയി എന്നുള്ള സന്തോഷത്തോടെ അയാൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പേർക്കും സാറ്റിസ്ഫാക്ഷൻ നെഗോസിയേഷനിൽ കിട്ടുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു ഇലക്ട്രീഷ്യനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടും. അദ്ദേഹം അത് ഇൻസ്റ്റലേഷൻ ഫ്രീ ആക്കി ചെയ്തു തരും. ലാഭം റീറ്റെയിലർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ പെടാപ്പാട് പെടുമ്പോൾ ഹോം ഡെലിവറി, ഫ്രീ ഇൻസ്റ്റലേഷൻ, ബാക്കിയുള്ള പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പുതിയ ഒരു ഏരിയയെക്കുറിച്ച്, പുതിയ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.